നമ്മളിപ്പോൾ വന്നത് ഒരു കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ കുറച്ച് മുന്നേ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം. അപ്പോൾ ഷാനുവിന് ചെറിയൊരു പ്രോബ്ലമായി. ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് അബോഷനായി. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു 4 ദിവസം. ഇപ്പോൾ കുറച്ച് ദിവസമായി ഓക്കെ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ ആയെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ എടുത്തത്. പക്ഷെ പിന്നെയും ഇത് പറയുമ്പോൾ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഡിസ്ചാർജായി ഇപ്പം ഓക്കെയാണ്. ഫിസിക്കലി ഷാനു ഓക്കെയാണ്, പക്ഷെ മെൻ്റലി ഷാനു ഇതുവരെ ഞങ്ങൾക്ക് ഷാനു അല്ല, ഞങ്ങളാരും ഓക്കെ അല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓരോ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പുതിയതായിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ അതിൻ്റെ ശേഷം ഞാനിട്ട വീഡിയോസിലാണെങ്കിൽ പോലും എല്ലാവരും ബേബീനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് അത് കാണുമ്പം എന്തായാലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കിപ്പോൾ നമ്മളെ ഫാമിലി പോലെ തന്നെ ഇപ്പോൾ മുബികാരുടെ ഫാമിലി, എൻ്റെ ഫാമിലി എന്ന് പറയുന്ന പോലെ പുതിയൊരു ഫാമിലിയാണ് ഈ യൂട്യൂബിലുള്ള നിങ്ങളും. എല്ലാവരും ഇപ്പം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, നമ്മളെ വീഡിയോസ് കാണുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇതിൽ കുറച്ച് പേരെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴെങ്കിലും ഇനി ഇങ്ങനത്തെ കമൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ബേബീനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നതും ഒന്നും വരില്ലല്ലോ. അപ്പം അനിയത്തിയോ അനിയനോ വരാൻ പോവാണ് അങ്ങനെയൊക്കെയുള്ള ഓരോ മെസ്സേജ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് ബേബീനെ കുറിച്ച്. ഞങ്ങൾ കൊതിച്ചിരുന്നു. പക്ഷെ ഇപ്പം എത്ര മാസം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും 3 മാസം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്താൽ മതി എന്നുള്ളൊരു അങ്ങനെ എല്ലാവരും പറയുമല്ലോ. 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ 4 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻസി റിവീലിൻ്റെ വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇപ്പം ഇങ്ങനെയായി. അതിപ്പോൾ കുറച്ച് ദിവസമായി ഇത് കഴിഞ്ഞിട്ട്. ഒരു 1 വീക്കിനടുത്ത് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നമ്മളിവിടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പം അത് നിങ്ങളോട് പറയാം എന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെയൊന്നും പറയണം വിചാരിച്ചല്ല, പക്ഷെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാരും പറയും 3 മാസം വരെ ശ്രദ്ധിക്കണം. ഒരിക്കലും അല്ല, ഇങ്ങനെ കേൾക്കാറുണ്ട്. അബോഷനായി എന്ന് കേൾക്കാറുണ്ട്. 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് വരുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ അബോഷൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാനങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്ത്. അല്ലാതെ എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഇത് ജസ്റ്റ് നിങ്ങളോട് പറയണം തോന്നി. എന്തായാലും ഇത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ഇനി നമ്മൾ വേറെ എന്തെങ്കിലും വീഡിയോസ് കുറച്ച് ചെയ്തിടുമ്പോഴും ഇതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടി വരുമല്ലോ. നമ്മളെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ബാക്കി എന്തായാലും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പം ഇനി അതിനെക്കുറിച്ച് ചോദിക്കണ്ട എന്ന് കരുതിയിട്ടും കൂടെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിടാന്ന് കരുതിയത്. ഇപ്പം കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ ഇപ്പം വീഡിയോ പറയാൻ വേണ്ടി എടുത്തപ്പോൾ പിന്നെയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷെ പിന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാനും പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് 4 മാസമായില്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പറയും 3 മാസം കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും എല്ലാവരും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡബിൾ ലൈൻ കാണിക്കുമ്പോൾ തൊട്ട് എല്ലാ അച്ഛനും അമ്മയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ബേബീനെ. ഒരിക്കലും 3 മാസം കഴിയണവരെ അവർക്ക് അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കാതെയും ചിന്തിക്കാതെയും ഒന്നും ഇരിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം ആ ഡബിൾ ലൈൻ കാണുമ്പോൾ തന്നെ അവർ മനസ്സുകൊണ്ട് ആ ബേബീനെ പ്രതീക്ഷിക്കും. പിന്നെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ടാണ് ഇപ്പം ലാസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും 4 മാസമായിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിലും വൈകിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് എന്നെ സമാധാനിപ്പിച്ച്. അങ്ങനെ ഞാനൊരു കാര്യം കൂടി പറയാം.
നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഈ സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും, കാരണം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഭയങ്കര പേടിയായിരുന്നു, കാരണം അനങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അനങ്ങില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ ഓവർ ഛർദിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രാവൽ ചെയ്യണതിന് കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് മന്ത് മുതൽ ഞാൻ വയനാടാണ് ഫസ്റ്റ് 3 മാസം കാണിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു. ഇത് അറിയുന്നതിന് മുന്നേ ഞങ്ങൾ മൈസൂർ പോയി, വാട്ടർ തീം പാർക്കിൽ പോയി, അവിടെ റൈഡ്സിൽ കയറി. എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് അന്ന്, 1 മന്ത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ അതൊന്നും അറിയാതെ നമ്മളത് ചെയ്ത്, അത് കഴിഞ്ഞ് വന്ന് ടയേർഡ് ആയപ്പോഴാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് റെസ്റ്റ് എടുത്ത് 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നത്. അപ്പോഴും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്തു ഇവിടെ എറണാകുളത്ത് പോയിട്ട്. അപ്പോഴും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. ഗ്രോത്ത് ഓക്കെയാണ്, ബേബിയുടെ എല്ലാം ഓക്കെ ആയിരുന്നു. ട്രാവൽ ചെയ്തതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് പോകാമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വന്നത്. അതും വളരെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടല്ലേ വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പം എല്ലാം ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഓക്കെയാണ്. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്കൊരു ധൈര്യമായിരുന്നു എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ വന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇനിയിപ്പം ചിലപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട്. ഇപ്പം ഫസ്റ്റ് മന്ത് മുതൽ ബെഡ് റെസ്റ്റ് എടുത്തിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അവരിങ്ങനെ വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷേ എനിക്കറിയില്ല എന്താണെന്ന്. അപ്പം എന്തായാലും അങ്ങനെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും പറയും 3 മാസം കഴിഞ്ഞിട്ട് ഇതാക്കിയാൽ മതി. അതൊക്കെ വെറുതെയാണ്. നമുക്ക് കുഞ്ഞിനെ കയ്യെ കിട്ടിയിട്ട് നമുക്ക് എന്താ പറയുക, കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ സംഭവിച്ചവരും ഉണ്ട് ഒരുപാട്. അവരൊക്കെ ഇപ്പം ഞാനിങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലായപ്പോൾ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഒക്കെ ഇത് പറഞ്ഞാണ് അവർ സമാധാനിപ്പിക്കുന്നത്. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ 4 മാസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്കത് നമ്മുടെ എല്ലാവരുടെയും ഇപ്പം അവർക്ക് അവരുടേത് വേദന ഏറ്റവും വലിയ വേദന, എനിക്കിപ്പോൾ ഇത് ഏറ്റവും വലിയ വേദന. അതങ്ങനെയാണ്. പക്ഷെ എന്നാലും അവരെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കും അറിയില്ല. നമ്മളിങ്ങനെ ഓക്കെ ട്രാവൽ ചെയ്യുന്നതിലൊക്കെ ഓക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് പതുക്കെയായിരുന്നു ഫംഗ്ഷന് പോകാമെന്നൊക്കെ വിചാരിച്ചത്. വന്ന ഉടനെ നമ്മൾ ഫംഗ്ഷന് പോയിട്ടുമില്ല. ഫംഗ്ഷന് നമ്മൾ പോയിട്ടേ ഇല്ല. എന്ത് ഫംഗ്ഷനാണ് പോകണം എന്ന് വിചാരിച്ച് വന്നത്, അതിന് നമുക്ക് കൂടാനും പറ്റിയില്ല. അപ്പം ചെറിയ ബ്ലീഡിങ് പോലെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിൽ കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ് നോക്കിയൊന്നും കുഴപ്പമില്ല. ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ചു മരുന്നൊക്കെ തന്ന് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വന്ന് ഇപ്പോഴും നമ്മൾ ഫാമിലീൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. അപ്പം ഇവിടെ വന്ന് നമ്മൾ എന്നിട്ട് അപ്പം അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ ബ്ലീഡിങ് കണ്ടതുകൊണ്ട് പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് പേടിയായിരിക്കുമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പോലും നടക്കാൻ പോലും പേടിയായിരിക്കുമല്ലോ. അപ്പം എന്നിട്ട് 2 ദിവസം ബെഡ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് വാട്ടർ ബ്രേക്ക് ആയിട്ട് കണ്ടു. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറീൻ്റെ ടൈമിൽ പോലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ല. പക്ഷേ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴേക്കും അവർ പറഞ്ഞു തീരെ വാട്ടർ ഇല്ല, അപ്പം കുഞ്ഞിനെ ഇനി പറ്റൂല, വയറ്റിൽ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെയും വിളിച്ച് ചോദിച്ചു. അപ്പം 2 പേരും സെയിം തന്നെയാണ് പറഞ്ഞത്, തീരെ വെള്ളമില്ല വയറ്റില്, ഒരു ഓപ്ഷനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വാട്ടർ ബ്രേക്ക് ആയിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തോന്നുന്നു. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഫസ്റ്റ് ഡെലിവറീൻ്റെ ടൈമിൽ ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ ഡെലിവറീൻ്റെ ടൈമിലാണ് വാട്ടർ ബ്രേക്ക് ആവാൻ പാടുള്ളൂ. അങ്ങനെയാണ്, അത് അറിയുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് ഒരു ഓപ്ഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം
ഒരു ചാൻസും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെയും വിളിച്ചു ചോദിച്ചു. പിന്നെ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ 2 ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വയറ്റിലിത് അവിടെ വാട്ടർ ഇല്ലാതെ എങ്ങനെ ബേബിക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പം ബെഡ് റെസ്റ്റ് എടുക്കുന്നവർക്കും ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. നമ്മള് ശ്രദ്ധിക്കുക. അപ്പൊ ഓക്കെ ആയിട്ട് വരും ഷാനു, ഞങ്ങളെല്ലാരും ഓക്കെ ആയിട്ട് വരും. ഇപ്പോഴും ഓക്കെയാണ്, പക്ഷെ ഇത് പറയുമ്പം വിഷമമുണ്ടാവും. ഈ കാര്യം സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഈ കാര്യം സംസാരിക്കുമ്പോഴാണ് ആൾക്ക് കുറച്ചിത്. വീഡിയോസ് കാണുമ്പോഴും ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമില് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കാണുന്ന വീഡിയോസ് എല്ലാം ബേബീസിന്റെ വീഡിയോസാണ്. ഇപ്പോഴും ഫോൺ ഓൺ ചെയ്താൽ അതൊക്കെ വരുന്നുള്ളൂ. അപ്പൊ എനിക്കറിയില്ല. ഓക്കെയാണ് ഞാൻ, പക്ഷെ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്, എനിക്കറിയാം. പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളെ കസിൻസ്, പിന്നെ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉമ്മ വന്നു. ഉമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതുവരെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി. എന്നിട്ട് എറണാകുളത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ആ സമയത്ത്. പിന്നെ പുള്ളിക്കാക്കൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അവനെ പോവാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് അവൻ പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പാവം കേട്ട് ഇതായിട്ട്. എന്നിട്ടിപ്പോ എല്ലാരും വന്നപ്പോ കുറച്ച് സമാധാനമായി. എന്നാലും വിഷമമുണ്ടാവുമല്ലോ. സമാധാനമാണല്ലോ. ഇപ്പൊ ഫസ്റ്റത്തെ ഒന്നും അല്ലല്ലോ, 4 മാസമായിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേരെന്നെ സമാധാനിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് എത്രാമത്തെ ആണെങ്കിലും എത്ര മാസമായിട്ടുള്ളെങ്കിലും ഇനി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസമാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിഷമം തന്നെയായിരിക്കും. 4 മാസമാകുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമം. ഇനി മാസങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചു പോയി. പിന്നെ എന്ന് വെച്ചാൽ മാളൂസ് ഇങ്ങനെ പറയണതും ചെയ്യണതൊക്കെ കാണുമ്പോ അവളിപ്പോ ഒരു പേപ്പർ എടുത്ത് ചിത്രം വരക്കാണെങ്കിൽ പോലും ഞങ്ങൾ 3 ആദ്യം ഇങ്ങനെ വരക്കും. അമ്മ മാളു എന്നൊക്കെ പറഞ്ഞ് വരക്കും. ഇപ്പൊ ബേബിനെയും വരച്ചു തരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. കിടക്കാനായിട്ട് ഗുഡ് നൈറ്റ് പറയുകയാണെങ്കിൽ അപ്പനോടും അമ്മനോടും വയറിന്റെ അടുത്ത് വന്ന് വർത്താനം പറയും. അതിനൊന്നും ആയിട്ടില്ല, പക്ഷെ അവളത് ചെയ്യും. ബേബി റിയാക്ട് ചെയ്യാനും അനങ്ങാനും ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാ പോലും അവളത് ചെയ്യുമ്പോ നമ്മളും പ്രതീക്ഷിക്കുമല്ലോ. അതായിരുന്നു കൂടുതൽ വിഷമം ഞങ്ങൾക്ക്. അതിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷെ അവള് പറഞ്ഞു ആ ബേബി വരും. എന്നെ സമാധാനിപ്പിച്ച് തന്ന ഒരുപാട്. ആ ബേബി തന്നെ എൻ്റെ വയറ്റിൽ ഇനിയും വരും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് തന്നു. അതുകൊണ്ട് അതന്നെ ഞങ്ങളും വിശ്വസിക്കുന്നുള്ളൂ. ആ ബേബി തന്നെ വരും. ഇതിപ്പോൾ ഒന്നും പറയാനില്ല. എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ അടുത്ത് ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കണ്ട. മെസ്സേജ് ഒന്നും അയച്ചതാക്കണ്ട. എന്താ വെച്ചാൽ കഴിയൂല. ഇപ്പം തന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും ബേബീൻ്റെ വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്നത്. എനിക്കറിയാം. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങളിനി ചോദിക്കില്ലായിരിക്കും, എനിക്ക് മനസ്സിലാവും. അവളിപ്പോ ഓക്കെയാണ്, പക്ഷെ ഫസ്റ്റ് ഡേ ഒക്കെ അവള് കരയുന്ന കണ്ടിട്ട് ഞങ്ങൾ തന്നെ ആകെ തകർന്നു പോയി. അപ്പം അവൾ അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും. എന്തപ്പോ ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയില്ല. പടച്ചോന് ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന എനിക്കറിയില്ല. മാള് പറയണത് ആ ബേബി തന്നെ വരും. എനിക്കറിയാല്ലേ എന്താണ് സ്ഥിതി. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇല്ല, ഞാൻ ഓക്കെയാണ്. മാള് പറയണത് ആ ബേബി തന്നെ മമ്മന്റെ കുമ്പേല് വരും എന്നാണ്. അങ്ങനെ തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ്.
4 മാസമായിട്ടല്ലേ ഉള്ളൂ, കുഴപ്പമില്ല ഒക്കെ പറയും. ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ ബേബീനെ കാണാൻ പറ്റുമോ, എന്ത് കുഞ്ഞാണ് ഒക്കെ ചോദിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, കാണാൻ മാത്രമൊന്നുമില്ല എന്നാ പറഞ്ഞത്. എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞാണോ എനിക്കറിയില്ല. അപ്പം അതുപോലെ ഈ 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്നവർ തന്നെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് അബോഷനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ മുന്നേ. അപ്പോൾ അന്നത് അബോഷനായി എന്ന് കേൾക്കാന്നല്ലാതെ അതിൻ്റെ ബാക്കിയൊന്നും നമ്മൾ ചോദിച്ചറിയുന്നില്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പം 4 മാസമായപ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ 6 മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞായിട്ട് കയ്യിൽ കിട്ടുകയല്ലേ നമ്മള്. ഇതൊക്കെ ആരെയും ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇല്ല, ഇത് അറിയിക്കാതെ ഇനിയിപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ പിന്നെ ബാക്കി വീഡിയോസ് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാകും, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാത്തവരിത് മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ കാണണമെന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് ഒരു വിലയും കൊടുക്കാതെ നമ്മൾ പകുതിക്കലിട്ടിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അതുപോലെ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ എനിക്കിത് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട്, ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെയ്തതാണ്. പക്ഷേ ഈ പ്രഗ്നൻസി റിവ്യൂവിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു ബേബി ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും. അപ്പം ഒരു പ്രഗ്നൻസി റിവ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ട് അത്രത്തോളം എല്ലാവരും ഹാപ്പി ആവണമെങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അത് കണ്ടു, എന്നോട് അഭിപ്രായം പറഞ്ഞു, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. ആ വീഡിയോൻ്റെ കമൻസിലാണെങ്കിൽ പോലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഒരു ബേബി ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും എല്ലാവർക്കും എത്ര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് പറയാൻ ഒരാൾക്ക് പോലും അതിൽ തോന്നിയിട്ടില്ല. അപ്പം അത്രത്തോളം ഞങ്ങൾ കൂടെ നിങ്ങളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങൾ ആ സന്തോഷത്തിൽ നിങ്ങളും അത്രയും ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയും സന്തോഷമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടതുകൊണ്ട് അപ്പോൾ നിങ്ങളോട് അത് പറയാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അത്രയേ ഉള്ളൂ, പറയാനില്ല. മാളൂനെ വിളിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന്. കുഞ്ഞിനെന്താ പറയാനുള്ളത്? അത് പറഞ്ഞിട്ടാണ് എപ്പോഴും എന്നെ സമാധാനിപ്പിക്കാറ്. അപ്പം അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ. ആ ബേബി വരും. പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞു. പറയാല്ലേ, കുട്ടിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് ഗൈസ് അല്ലേ. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പനിയൊക്കെ ആയി. ഞാനും സൈഡായി, മാളും സൈഡായി. പിന്നെ ഷാനുവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഓക്കെ ആയിട്ട് വരും. പിന്നെ സങ്കടം ഇല്ലാണ്ടിരിക്കൂലല്ലോ. അതെ. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങള് വീഡിയോസ് ഒക്കെ ആയിട്ട് വരും, കുറച്ച് സമയം എടുക്കും. മാളൂസിനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ബേബി ഉണ്ടാവാൻ പോവാന്ന് നിങ്ങളോട് പറയാനൊക്കെ. പക്ഷെ കുഴപ്പമില്ല, ഇനിയും ടൈം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ലൊരു ബേബിനെ തന്നെ ഞങ്ങൾക്ക് പറിച്ചു തരും. എന്നാ ഓക്കെ.